ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഉത്തരം ന്യായാധിപന്മാരുടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, യൂദയായിലെ ആരാണ് ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തത്? ഉത്തരം ഒരു ബത്ലഹേംകാരൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ബത്ലഹേംകാരൻ്റെ പേരെന്ത്? ഉത്തരം എബിമെലേക്ക്. നാലാമത്തെ ക്വസ്റ്റ്യനാണ്, എബിമെലേക്കിൻ്റെ ഭാര്യയുടെ പേര്? ഉത്തരം നവോമി. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, എബിമെലേക്കിൻ്റെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം മഹ്ലോനും കിലിയോനും. ആറാമത്തെ ക്വസ്റ്റ്യനാണ്, എലിമെലേക്ക് എവിടെയാണ് താമസമാക്കിയത്? ഉത്തരം മൊവാബിൽ. ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്, എലിമെലേക്കിൻ്റെ പുത്രന്മാർ ആരെയാണ് വിവാഹം കഴിച്ചത്? ഉത്തരം ഓർഫ, റൂത്ത്. 8. ഓർഫ, റൂത്ത് എവിടെയുള്ള സ്ത്രീകളായിരുന്നു? ഉത്തരം മൊവാബിയ സ്ത്രീകൾ. 9. ക്വസ്റ്റ്യനാണ്, നവോമിക്ക് ആരെയെല്ലാമാണ് നഷ്ടമായത്? ഉത്തരം ഭർത്താവും പുത്രന്മാരും. 10. ക്വസ്റ്റ്യൻ, നവോമി താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ആരോടു കൂടെയാണ് പുറപ്പെട്ടത്? ഉത്തരം മരുമക്കളോടുകൂടെ. 11. ക്വസ്റ്റ്യൻ, മരുമക്കളോട് കൂടെ പുറപ്പെട്ട് നവോമി ഏതു വഴിയിലാണ് എത്തിയത്? ഉത്തരം യൂദായിലേക്കുള്ള വഴിയിൽ. 12. നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഇത് ആരാണ് പറഞ്ഞത്? ഉത്തരം നവോമി മരുമക്കളോട്. 13. ക്വസ്റ്റ്യനാണ്, അമ്മായി അമ്മയെ ചുംബിച്ച് വിട വാങ്ങിയത് ആര്? ഉത്തരം ഓർഫ. 14. ക്വസ്റ്റ്യനാണ്, നവോമിയെ പിരിയാതെ നിന്നത് ആര്? ഉത്തരം റൂത്ത്. 15. പട്ടണം മുഴുവൻ ആരെ കണ്ടാണ് വിസ്മയിച്ചത്? ഉത്തരം നവോമിയെയും റൂത്തിനെയും. അടുത്തത് 16. ക്വസ്റ്റ്യനാണ്, എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്? ഉത്തരം മാറ. 17. ക്വസ്റ്റ്യൻ, ആര് എന്നോട് കഠിനമായി പ്രവർത്തിച്ചു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം സർവശക്തൻ. 18. ക്വസ്റ്റ്യനാണ്, ഒന്നുമില്ലാത്തവളായി ആര് എന്നെ തിരിച്ചയച്ചു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം കർത്താവ്. 19. ക്വസ്റ്റ്യനാണ്, എപ്പോഴാണ് നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയത്? ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ.